ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ വക. അപ്പോൾ നിറ്റു ഇതേ റെഡി ആയിട്ടുണ്ട്. നിറ്റുവിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ കണ്ടോ, ഒരു പട്ടുപാവാടയാണ്. നിറ്റു ഒന്ന് നിന്നടാ, കണ്ട ഒന്ന് കാണിച്ചു കൊടുത്തേ, കണ്ടോ നിറ്റു സുന്ദരിയായോ ഗൈസ്? നിറ്റുവിൻ്റെ ഈ പട്ടുപാവാട ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അവൾക്ക് ഓണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു, ഇനി നേരെ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. അങ്ങനെ അതാ ഗായ്സ്, നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. നിറ്റുവിൻ്റെ കയ്യിലൊരു വലിയ തൂക്കാത്ര ഉണ്ട്, അമ്പലത്തിൽ പായസം ഉണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ പായസം കൂടെ വാങ്ങിയിട്ട് വേണം വരാൻ. അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, ചപ്പുറമാരി കിടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ എന്തായി നിങ്ങളുടെ എല്ലാവരുടെയും ഓണം എവിടെ വരെ എത്തി? നമ്മളിതാ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഞാൻ ഏറ്റവും അമ്പലത്തേക്ക് കയറുന്ന സമയത്ത് കണ്ണൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ അതാ ഞാൻ ജസ്റ്റ് അമ്പലത്തിലെത്തിയപ്പോൾ നിറ്റുവിനെ ഒന്ന് നടത്തിയിട്ട് അവളെ ഡ്രസ്സിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നടത്തിച്ചതാണ് കേട്ടോ. ഞങ്ങൾ ചെല്ലുന്ന സമയമായപ്പോൾ തന്നെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളമായിട്ടുണ്ടായിരുന്നു പൂക്കളം. അപ്പോൾ വിഷ്ണു മിതാട്ടനും കൂടെ ഇങ്ങനെ പൂക്കളമൊക്കെ ബാക്കി റൗണ്ടും കൂടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഇനി ഒരു 2 റൗണ്ടും കൂടിയാണ് നമുക്ക് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തവണ ഞാൻ പൂക്കളം ഇടാൻ പോയിട്ടില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ അമ്പലം മൊത്തം. ഞാൻ ഇതിനു മുന്നേ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ അമ്പലം. വലിയച്ച എല്ലാവരും നോക്കൂ ഗൈസ്, എല്ലാവരും ഹാപ്പി ഓണം പറയൂ, ഹാപ്പി ഓണം പറയൂ, ഹാപ്പി ഓണം. നമ്മൾ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്, ഒരു റൗണ്ടും കൂടി ഇട്ടാലാണ് നമ്മുടെ പൂക്കളം കംപ്ലീറ്റ് ആവുള്ളൂ. കണ്ണ ഹാപ്പി ഓണം പറ, എല്ലാരും പറ, എല്ലാരും പറ. ചേച്ചി കാര്യമായിട്ട് ഇവിടെ തൂക്കിയിട്ട കുരുത്തോലയും പൂക്കളൊക്കെ പറിക്കുക ഗൈസ്. ഓണാണെന്നുള്ള പേരും പറഞ്ഞ് എല്ലാം നശിപ്പിക്കണ്ടല്ലേ? അതെ. വേണുവലിയച്ഛനാണെങ്കിൽ തിരക്കിട്ട് തെച്ചിപ്പൂവ് തുളസിപ്പൂവ് ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ണൻ ബിസി, കണ്ണൻ ഭയങ്കര ബിസി. നമ്മുടെ ചന്ദ്രവല്ലിച്ചനാണെങ്കിൽ കാലിന് വയ്യാത്ത കാരണം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ല വല്ലിച്ച? അതെ, വല്ലിച്ചൻ. അങ്ങനെ നമ്മുടെ പൂക്കളമൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ ഇതുപോലെ വലിയ പൂക്കളം തന്നെയാണ് ഇടാറ്. അപ്പോൾ നമ്മളെ അമ്പലത്തിൽ ഒരുപാട് പേര് വരുന്നതാണ് തൊഴാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും കൂടെ ഓണം നല്ല രീതിയിൽ കാണാനും ആസ്വദിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് ഇത്രയും വലിയ രീതിയിൽ തന്നെ എല്ലാ വർഷവും പൂക്കളിടുന്നത്. അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു. നമ്മളിനി ബാക്കിയും കൊണ്ട് വീട്ടിൽ പോവാണ്. എന്നിട്ട് ബാക്കി ഇനി വീട്ടിൽ. ചിന്തിച്ച് ഹാപ്പി ഓണം പറ, ഹാപ്പി ഓണം പറയൂ, ഹാപ്പി ഓണം പറയൂ. എന്നിട്ട് പാപ്പം കഴിക്ക? എന്ത് പാപ്പ കഴിച്ചിരുന്നത് അമ്മക്കുട്ടി? ചപ്പാത്തിയാണോ? ചപ്പാത്തി പാപ്പ കഴിക്കുന്നത്? കഴിച്ചോട്ടാ, കഴിച്ചോട്ടാ കണ്ണാ. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മൾ വീട്ടിലിട്ടേക്കണ പൂക്കളം, കുഞ്ഞി പൂക്കളം. ഇത്തവണ നമ്മൾ വലിയ പൂക്കളം ഇട്ടിട്ടില്ല, ചെറിയ പൂക്കളം ഇട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ പൂക്കളം? അങ്ങനെ ഗൈസ്, ഇപ്പോൾ സമയം 1:15 കേട്ടോ. 1:15 1:17 ആയിട്ടുണ്ട് സമയം. അപ്പോൾ എന്തായാലും നമ്മളെ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തരക്കേടില്ലാത്തൊരു വലിയ സദ്യ തന്നെ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് പറ്റുന്ന മാതിരിയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം ഇലയൊക്കെ നമ്മുടെ സദ്യ കഴിക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്നുള്ളത് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോയാലോ?
അപ്പോൾ അതാ ചോറ്, സാമ്പാർ, നല്ല വറുത്തരച്ച സാമ്പാർ, പൈനാപ്പിൾ പച്ചടി, ഇതിൽ പപ്പടമാണ് കേട്ടോ. പിന്നെ ഇത് മത്തങ്ങയും പയറും എലിശ്ശേരി, പാലട പായസം, നാരങ്ങ അച്ചാർ, കൂട്ടുകറി, കായ ഉപ്പേരി, അവിയൽ, പിന്നെ കാളൻ. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നിറ്റുൻ്റെ ഒക്കത്ത് ഇരുന്നിട്ട് പപ്പടത്തിന് വേണ്ടിയിട്ടാണ് ഗൈസ് കരയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വാഴയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാം കേട്ടോ. നിറ്റുന് ഇത് നമ്മുടെ നിറ്റുനുള്ള കുഞ്ഞിലയാണ് ഗൈസ്, കുഞ്ഞില. ഇതാണ് അച്ഛൻ. അച്ഛനെ നിങ്ങൾ എൻ്റെ 1-2 വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഓണസദ്യയൊക്കെ കഴിച്ച് നാളെ അച്ഛൻ തിരിച്ച് പോവുകയാണ് അജ്മാനിലേക്ക്. അപ്പം എന്തായാലും അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇന്ന് സദ്യ കുറച്ച് ഗ്രാൻഡാക്കിയത്, ഇല്ലമ്മേ? നിറ്റുമണി ഇവിടെ ഇരുന്നിട്ട് കണ്ട ഒറ്റയ്ക്ക് സദ്യ കഴിക്കുന്നുണ്ട്. എത്താത്ത ഒരു കസേരയിൽ ഇരുന്നിട്ട് പപ്പടം എന്തി ഇരുന്ന് തിന്നുന്നുണ്ട്. നിറ്റോ, നമ്മുടെ ഷോണം പാപ്പുവിന ആണോ? തിന്നോളിട്ടാ. അങ്ങനെ അതാ ഞങ്ങൾ ഓണസദ്യ കഴിക്കായി. അച്ഛൻ കഴിച്ചിട്ട് അഭിപ്രായം പറയണോട്ടാ. അപ്പോൾ ഇനി ഞങ്ങൾ സദ്യ കഴിക്കട്ടെ. സദ്യ കഴിച്ചിട്ട് കാണാം കേട്ടോ. നിറ്റുവേ, പപ്പടം മാത്രം തിന്നണ അമ്മ കുട്ടി. ഹായ്, കഴിച്ചോട്ടാ. അങ്ങനെ ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചു. ഇത് ഒരു കുഞ്ഞു ഉച്ചവർക്കത്തിന് വേണ്ടിയിട്ട് വന്നാട്ടോ. നിറ്റു ബേബീനെ എങ്ങനെയുണ്ട് ഗൈസ്? നിറ്റു ബേബീനെ നിറ്റു അവളെ കുഞ്ഞി ഇലയിൽ ഇട്ട് കൊടുത്ത സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. കുറച്ച് കഴിച്ചു, ബാക്കിയൊക്കെ നിലത്ത് വാരി വിതറി, ഇല്ല നിറ്റു? അപ്പം എന്തായാലും ഞങ്ങളിന്നൊരു 10 മിനിറ്റ് കിടക്കട്ടെ. ബാക്കി നമ്മൾ ഉറങ്ങി എണീറ്റതിന് ശേഷം കാണാം കേട്ടോ. അങ്ങനെ അതാ ഗൈസ്, ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നമ്മുടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ സാരി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവരെയൊക്കെ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ചന്ദ്രവിളിച്ചൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഇതായി ഈ ബലൂണ് വീർപ്പിച്ച് നടക്കണ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ഇന്ന്. അപ്പോൾ ചിത്രവല്യമ്മയും മിതുവായിട്ടും മാളും നിറ്റും ഞാനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഉമ്മർത്ത്. അപ്പോൾ അവരിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും അവരത്യാവശ്യം പേരൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നു. എല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഉമ്മർത്തിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മെല്ലെ നമ്മൾ എല്ലാവരും എത്തിയപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്, മഴ ചാറിയോണ്ടിരിക്കുന്നുണ്ട്. ശ്രേയ അതെവിടെ നെറ്റുവിനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഉണ്ണിക്കണ്ണൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും അകത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ബാക്കി വലിയച്ഛന്മാരും ചേട്ടന്മാരും ഒക്കെ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഞാനിത് ഡബ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞ നെറ്റു ബേബി എൻ്റെ അടുത്തുണ്ട്. അവളാണ് ഈ കുഞ്ഞു കുഞ്ഞു സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ നേഹ അത് എല്ലാവർക്കും ഗെയിം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓണായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം പ്ലാൻ ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഗെയിമൊക്കെ കളിച്ചു കേട്ടോ. വന്നിട്ട് മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണേ.
അങ്ങനെ അതാ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഓണമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പം സമയം 8 മണിയായിട്ടോ. ഈ സമയത്താണ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ, നമ്മളെ ഗെയിമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോഴാണ് തിരിച്ചെത്തുന്നത്. നിറ്റു ബേബിനെ ഞാൻ കാണിക്കണില്ല, കാരണം അവൾ കുപ്പായ കൂരിട്ടിട്ടിരിക്കുകയാണ്. കാരണം ഇനി നമ്മൾ മേലൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.